ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് ഭാഗത്ത് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള 10th ആൻഡ് 12th ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് SSCD ആണെങ്കിലും PSCD ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ കൺസേൺ ടീം നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നാണയങ്ങൾ അടിച്ചിറക്കാനുള്ള ഔദ്യോഗിക അധികാരം ആർക്കാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. ഇന്ത്യയിൽ നാണയങ്ങൾ അടിച്ചിറക്കാനുള്ള ഔദ്യോഗിക അധികാരം ആർക്കാണ്? ഉത്തരം വരുന്നത് ഭാരത സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിനാണ് ഈ ഒരു നാണയങ്ങൾ അടിച്ചിറക്കാനുള്ള ഒരു അധികാരമുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയില് നോട്ടുകൾ അടിച്ചിറക്കുന്നത് ഏത് മന്ത്രാലയമാണ്? ആരുടെ കീഴിലാണ് നോട്ട് അടിച്ചിറക്കാനുള്ള അധികാരമുള്ളത്? RBIയുടെ കീഴിലാണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ നോട്ട് ഇറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അല്ലെ? ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ധനകാര്യ മന്ത്രിയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? RBI ഗവർണർ ആണ് അല്ലെ? അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു.